അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദത്തുപുത്രനായ യസീദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവും പ്രബോധനത്തിനായി തായിഫിലേക്ക് പോയ സംഭവം. സ്വന്തം നാടും സമുദായവും തനിക്കെതിരായപ്പോൾ സഹായം തേടി തന്റെ മാതാവിന്റെ നാടായ തായിഫിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കല്ലെറിഞ്ഞ് ആട്ടിയൊഴിക്കുകയാണ്. അങ്ങനെ കല്ലെറുകൊണ്ട് രക്തം വാർന്നൊലിക്കുന്ന കാലുമായി ഓടിയോടി അവശനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തണലിൽ ഇരിക്കുകയാണ്. ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഓ നബിയെ, അങ്ങൊന്ന് പറയുകയാണെങ്കിൽ 2 പർവ്വതങ്ങൾക്കിടയിൽ ഞാൻ അവരെ രക്ഷിപ്പിച്ചു കൊള്ളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു, വേണ്ട ജിബ്രീലേ, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാകും. അവരെ ഇനി ആരെങ്കിലും മുസ്ലിമായാൽ അതാണ് ഏറ്റവും നല്ലത്. തന്നെ ഉപദ്രവിച്ചവരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ആഗ്രഹിക്കാത്ത കടലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വയ്ക്കുവാനും അവിടുത്തെ ജീവിതം പിൻപറ്റി ജീവിക്കുവാനും